നമ്മുടെ വസ്ത്രത്തിൻ്റെ ക്വാളിറ്റി ചെക്കിംഗ് ആണ് നടക്കുന്നത്. നമ്മുടെ കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. സോ ഇതിൻ്റെ ക്വാളിറ്റി ചെക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കുറച്ചധികം ത്രെഡ്സ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ ബാലൻസ് ഉണ്ടായിരിക്കും കേട്ടോ. കാരണം ഇതൊക്കെ നെയ്ത് വന്ന് കഴിയുമ്പോൾ ഇതൊക്കെ സിന്തറ്റിക്കിലാണ് വരുന്നത് ഈ ഫാബ്രിക്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ത്രെഡ്സ് കുറച്ചധികം ഉണ്ടായിരിക്കും. നോർമൽ കോട്ടൺ ആണെങ്കിലൊക്കെ അത്രയ്ക്ക് ഉണ്ടാവില്ല, വീവിങ് ഒക്കെ കറക്റ്റായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ പുറത്തേക്ക് പോയി. എല്ലാ ദിവസവും പുറത്തേക്ക് പോകുമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പോകും കേട്ടോ. നമ്മൾ ഈ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഏട്ടൻ വരുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോയി. ഇത് അത്യാവശ്യമായിട്ട് സാധനം കുറച്ച് വാങ്ങാനുണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാണ് കേട്ടോ. പക്ഷെ എല്ലാം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ മൂലൻസിലും പോയി ഒക്കെ കുറച്ച് സ്ഥലത്ത് പോയി. പക്ഷെ ഉള്ളിലത്തെ കാര്യങ്ങൾ നമ്മൾ എടുത്തതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അതുണ്ടായേ. സോ ഇറങ്ങിയപ്പോഴാണ് ആലോചിച്ചത്. അപ്പം അങ്ങനെ വീഡിയോ എടുത്തതാണ്. മൂലൻസിലൊക്കെ പോയി കേട്ടോ. മൂലൻസിൽ പോയി നമുക്ക് എടുക്കാനുള്ള പ്രോഡക്റ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറിപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചെക്കൻ എന്നെ നോക്കുന്നില്ല, നോക്കുന്നത് നേരെ സ്കാൻഡിയിലേക്കാണ്. അവൻ ആ ലൈറ്റും സ്കാൻഡിയുടെ മുകളിലിപ്പോൾ ഇവനെ പോലുള്ള കുട്ടികളുടെ കുറച്ച് കളിപ്പാട്ടങ്ങളും ഒക്കെ വെക്കുന്ന ഒരു കട വന്നിട്ടുണ്ട്. അവിടേക്കാണ് നോക്കണേന്നാണ് എനിക്ക് തോന്നണേ കേട്ടോ. ഞാൻ ചേട്ടനോട് പറയുന്നത് ഇപ്പോഴേ ചെക്കൻ സ്കാൻഡിയിലേക്ക് നോക്കി തുടങ്ങിയെന്ന്. അങ്ങനെ ഞങ്ങൾ പോയി. പിന്നെ പെട്രോളൊക്കെ അടിച്ചു. ഞങ്ങളിങ്ങനെ പോസ്റ്റായിട്ട് ഞാനും നൈതി ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അപ്പം ഞാൻ വോയിസ് ഓവർ പെട്ടെന്ന് നിർത്തിയതേ. അപ്പോഴേക്കും നൈതി കരഞ്ഞു. അവ ഉറങ്ങുമ്പോഴുള്ള ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ വോയിസ് ഓവറൊക്കെ. പക്ഷെ അപ്പോഴേക്കും അവ എണീറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ പാരഡൈസിൽ പോയി ഒരു ബിരിയാണിയൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരാണ് ചെയ്തത് കേട്ടോ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും ഒന്ന് ഫ്രഷപ്പ് ആവാൻ ഇങ്ങനെ പുറത്തിറങ്ങുന്നതൊക്കെ നല്ലൊരു കാര്യമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഐസ്ക്രീം കണ്ടപ്പോൾ 2 കപ്പ് ഐസ്ക്രീമും കൂടി വാങ്ങി കേട്ടോ. കപ്പ് ഐസ്ക്രീം, ബോൾ ഐസ്ക്രീം, ഈ 2 ഐസ്ക്രീമിനോടാണ് താല്പര്യം കൂടുതൽ കേട്ടോ. സ്കാൻഡി ആയാലും അതുപോലെ ബാക്കി ബാർസ് ആയാലും എനിക്ക് അധികം താല്പര്യമില്ല. പക്ഷേ എന്നാലും സേമിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അടുത്ത് വീട്ടിൻ്റെ അവിടെ ഒരു ചേട്ടൻ കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെക്കനാണ് ഇത് പിടിച്ചുകൊണ്ടിരിക്കണേ. എന്നേക്കാൾ കൂടുതൽ അവനാണ്. അത് തുറക്കമ്മേ, അത് തുറക്കമ്മേന്ന്. അവന് കഴിക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും അവൻ അത് തുറക്കമ്മേന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിശേഷം. താങ്ക് യു.